ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചക്കക്കൂട്ട് ഉണ്ടാക്കാം. ചിലയിടത്ത് ചക്കപ്പുഴുക്കും പറയും. ഇതിനെ വളരെ എളുപ്പത്തിൽ കുക്കർ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ചക്ക ചെറുതായി കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ചക്കയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും, അപ്പോൾ അര ഗ്ലാസ് വെള്ളം മതി. ഇനി അതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു ബൗൾ തേങ്ങയും അതിലേക്ക് 2 വെളുത്തുള്ളിയും ഒരു അര സ്പൂൺ ജീരകവും ഇട്ട് വെള്ളം പാകത്തിന് ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുക്കിച്ച് വെച്ച കുക്കർ തുറന്നു നോക്കിയപ്പോൾ ചക്ക വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർക്കാം. 3 അല്ലി വെളുത്തുള്ളിയും 1 ചെറുള്ളിയും ചതച്ച് അതിലേക്ക് ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധിക ടൈം വേവിക്കരുത്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി കൊടുത്ത് നമ്മളെ ചക്കക്കൂട്ടാൻ റെഡിയായി. ഇനി ചായയുടെ കൂടിയും കഞ്ഞിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.